അങ്ങനത്തെ പാത്തയെ അപ്പത്തെ കേട്ടോ അപ്പാത്തിയ അപ്പത്തെ കേട്ടോ. എടാ താൻ അടിച്ചിട്ടാണോ വന്നേ? എനിക്ക് ആഗ്രഹം മാർക്ക് കൊടുത്തൊരു പടം ചെയ്യാനാണ്. ഞാൻ അതിനെ കുറിച്ചാണ് പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് പുലർച്ചെ എഴുന്നേറ്റ് അതിനെ കാണുന്ന പരിപാടിയൊക്കെ ഉണ്ടോ? ഞാൻ കൊച്ചിലെ മറ്റേ ഇതിന് പോയിട്ടുണ്ട്. വെക്കാൻ കണിയും കൊണ്ട് കാണിക്കാം, ഞാനും വേണ്ടു ഉണ്ട്. വേഷം കെട്ടിയിട്ട്. കൃഷ്ണനായിരുന്നോ? മാർക്കാണ് എല്ലാം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പഠിപ്പായിരുന്നു. മറ്റേ അല്ലല്ലോ, കൊട്ടാരത്തിലെ ഒറ്റയ്ക്കുള്ള രാജകുമാരിയായിരുന്നോ? ഈ ഇത്ര പ്രശസ്തനായ ഭയങ്കരമായിട്ട് ലെജൻഡറി ആക്ടർ എന്നുള്ള രീതിയിൽ ബിൽഡപ്പ്. വിഷയത്തിലേക്ക് വരും. അത് പോയി. ആ പൂവിന്റെ സെറ്റ് എടുക്കാം. ഒരു പഞ്ഞല്ല. ആ കഴുത്തെ കൂടി ഇട്ടിട്ടില്ല. നിസ്സാര പരിപാടിയാണ്. അങ്ങനെ മാലയാക്കണ്ട, വെറുതെ ഇങ്ങനെ മറ്റേ കുരുക്കിട്ടോണ്ട് വരുന്നത്. കൈയൂടെ ഇങ്ങനെ വെക്കണോ? തമിഴ് ചാനൽ ഇന്റർവ്യൂ. വിഷു മലയാള മാസം 1-ാം തീയതിയാണ്. മേഡമായിരുന്നു, ഞാൻ ചിങ്ങം പറയുന്നത്. ക്രിസ്മസ് എന്ന് പറയാ. മാധവൻ കാണിച്ച പിള്ളേച്ചനെ കാണിച്ച കണിയിലെ 5 എണ്ണത്തിൽ 1 ഡാഷ് കളറായിരുന്നു. ഷുവർ. അപ്പൊ അവിടെ ആദ്യം പോയി. ആ കണി കാണിക്കണോന്ന് ഞാൻ പറയാണെങ്കിൽ നീ ചിരിക്കണ്ട, നീ വിട്ടുപോകും. 30 തരം കറികളുണ്ട് പൊതുവെ. സദ്യ പായസം തന്നെ 4 തരമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സദ്യ? എങ്ങനെയുണ്ടായിരുന്നു ഹോളിഡേന്റെ സ്പെഷ്യൽ? സാധാരണ ഏതൊരു ആഘോഷം വരുമ്പോഴും നമുക്കൊരു സംശയം ഉണ്ടായിരിക്കും, ഇതെങ്ങനെ ആഘോഷിക്കണം, എന്താണ് പരിപാടി എന്നൊക്കെ. അത്തരത്തിൽ വിഷുവിന് എന്താണ് പരിപാടി എന്നുള്ള സംശയത്തിലായിരിക്കും നമ്മൾ ഇരിക്കുന്നുണ്ടാവും അല്ലേ? ഓരോ മലയാളിയുടെയും ആഘോഷമാണ്, പ്രതീക്ഷയാണ് വിഷു. സോ വിഷു പരിപാടി പ്ലാൻ ചെയ്യാനും ആ ഒരു സംശയത്തിൽ കുറച്ച് പേര് നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. സോ സ്വാഗതം ചെയ്യാം. ഷറഫുദ്ദീൻ, പിന്നെഫോർഡ്, ലിജോമോൾ, അശ്വിൻ ആൻഡ് പ്രേമദ, സ്വാഗതം. ഹാപ്പി വിഷു. ഒരുമിച്ചൊരു ഹാപ്പി വിഷു ഒക്കെ തിരിച്ചു വരുന്നു വിചാരിച്ചു. ഓക്കെ. സോ എപ്പോഴും നമുക്ക് എന്താ പരിപാടി, എന്താ വിഷുവിന് പരിപാടി എന്നുള്ള ഒരു ചോദ്യമൊക്കെ സ്വാഭാവികമായിട്ട് വരും ഏതൊരു മലയാളിക്ക് അല്ലേ? സോ ആ ഒരു സംശയത്തിലാണോ ഇരിക്കുന്നത്? അല്ല, വിഷുവിന് അങ്ങനെ വലിയ സംശയമുണ്ട്. പടക്കം പൊട്ടിക്കും, സദ്യ ഉണ്ടാക്കും, കഴിക്കും, ഇതൊക്കെ തന്നെയല്ലേ. ഉണ്ട്. പുള്ളി ഇറക്കി വിട്ടു. പാതിരാത്രി എണീറ്റ് കാണലുണ്ടോ? രസമുള്ള കണി എന്ന് പറഞ്ഞപ്പോ എന്റെ കണി ആക്ച്വലി നിങ്ങളാണ്, വിഷുവിന്റെ കണി അല്ലേ? ശരിക്കും ഈ വർഷം എനിക്ക് നല്ലതും ചീത്തയും എന്ത് സംഭവിച്ചാലും പക്ഷെ മറ്റേ പിള്ളേച്ച പറഞ്ഞ പോലെ അവൻ 1, 2, 3, 4, 5 50 വയസ്സൊക്കെ അല്ലേ? കറക്റ്റ് ഇതാണ്. പക്ഷെ നിങ്ങൾക്കൊക്കെ കൂടിയിട്ടുള്ള ഒരു കണി ഞാനാണ്. സോ എങ്ങനെ കണി നല്ലതാണോ? സോ എന്താണ് ശരിക്കും വിഷു ആക്ച്വലി ഒരു സംശയം എന്നുള്ളതാണ് ഇപ്രാവശ്യം കുറച്ചും കൂടി സ്പെഷ്യലി അല്ലേ? എന്താണ് ശരിക്കും വിഷു സംശയം, പ്രതീക്ഷകൾ? അല്ല, ഈ നമ്മള് ആക്ടേഴ്സ് ആകുമ്പോൾ ബേസിക്കലി ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത് നമുക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള സ്നേഹമുള്ള ഒരു സിനിമ റിലീസാകാൻ പോകുന്നു. നമ്മൾ അത്യന്തികമായിട്ട് ചെയ്യുന്നത് ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണല്ലോ. ഞാൻ ശ്രദ്ധിക്കായിരുന്നു. അതാ ഇങ്ങനെ നിന്ന് എടോ ഞാൻ ഓക്കെ. അപ്പൊ ആ പുള്ളി ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോ അതാണ്, അതായത് എപ്പോഴും നമുക്ക് ഭയങ്കര സംശയത്തിന്റെ ഒരു പ്രത്യേകത. പലപ്പോഴും ഓരോ സിനിമകൾ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ തരത്തിലുള്ള ചില സിനിമകൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. പക്ഷെ സംശയത്തിന്റെ ഒരു പ്രത്യേകത, സംശയത്തിന്റെ ഒരു ഭാഗമായെന്നുള്ള തരത്തില് എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ഉള്ള ഒരു സിനിമ. അത് എപ്പോഴും ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു സിനിമ റിലീസാവാൻ പോകുന്നു, അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ കാണിക്കാൻ പറ്റുന്നു എന്നൊക്കെ പറയുന്നതിന് ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് ഈ പ്രാവശ്യം വിഷു. ശരിക്കും ഏതൊരു എനിക്ക് തോന്നുന്നു ഇത്രത്തോളം സംശയപൂർവ്വമായിട്ടൊരു ട്രെയിലർ മലയാള സിനിമയിൽ കണ്ടിട്ടുള്ളത് ഇതിന്റെ ആയിരിക്കും ആദ്യമായിട്ട് അല്ലെ? പ്രൊമോ പരിപാടികളെ തുടങ്ങിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഫഹദ് ഫാസിൽ ചെയ്യുന്നു. പക്ഷെ അവിടെ ഒരാൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിരുന്നു. ഒരു ഫസ്റ്റ് സംശയം ജനങ്ങളിലേക്ക് എത്തുന്നത് ഫഹദ് ഫാസിൽ പിന്നെ ഫോട്ടോ ആ ഒരു കോമ്പോലായിരുന്നു. എവിടെയായിരുന്നു? കണ്ടില്ല, ഈ മുഖം കണ്ടില്ല. ട്രയലർ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല ശരിക്കും. അത് വെറുതെ ഒരു, അതായത് നമ്മളുടെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങുന്നതിന്റെ തലേ ദിവസം ആ ഫസ്റ്റ് ലുക്കിലേക്ക് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്ത ഒരു, ഞാനും ഫഹദും കൂടെ ചെയ്തൊരു ഒരു പ്രൊമോ പോലത്തെ പരിപാടിയാണ്. എവിടേക്കോ ഫഹദ് ഫാസിലും ഇതിലുണ്ട് എന്നുള്ള ഒരു രീതിയിലേക്ക് ഒരു
ചർച്ചകൾ അല്ലാതെ ഇവര് ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് അതൊരു ഒരു ആസ് എ ഫ്രണ്ട് അല്ലെങ്കിൽ ആസ് എ ഒരു കോ ആക്ടർ എന്നുള്ള തരത്തിൽ പുള്ളിയുടെ ഒരു സ്നേഹം കൂടിയാണ്. കാര്യം സംശയം ഈ പറയുന്ന ഭയങ്കര വലിയ സ്കെയിലൊരു സിനിമയല്ല, ഇത് ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള ഭയങ്കര ഈ പറയുന്ന പോലെ ഒരു ചെറിയ കമ്പാരിറ്റീവ്ലി ചെറിയ സിനിമയാണ് മറ്റു വലിയ സിനിമകളെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ ഈ സിനിമക്ക് അറ്റൻഷൻ കിട്ടണമെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി, ഇപ്പൊ ഫഹദ് ഓൺലൈനിൽ വരാത്ത ഒരാളാണ്, അയാൾ ഓൺലൈനിൽ വന്നു കഴിയുമ്പോൾ ഭീകര അറ്റൻഷൻ ഉണ്ടാവും നമുക്കറിയാം. അപ്പൊ ഞാനത് അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം എന്താ പറയുക ഒരു പൂർണ്ണ സമ്മതത്തോടുകൂടി എപ്പോൾ ചെയ്യണമെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ചെയ്തു. അങ്ങനെ ഒരു ടീച്ചർ വന്നത് കൊണ്ടിട്ട് സംശയത്തിന് ഭയങ്കര അറ്റൻഷൻ കിട്ടി. അതെ, ശരിക്കും അത് വിഷുവിലാണ് നമ്മൾ തുടക്കമാണ്. ഒരുപക്ഷെ സംശയത്തിന്റെ ഇനി ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ എല്ലാവരും കാണാൻ പോകുന്നത് അല്ലെ നിങ്ങളിലൂടെയാണ്, ആഘോഷത്തിലൂടെ കൂടിയാന്നുള്ളതാണ്. ഈ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സംശയമില്ലാതെ ഒരാളും ഒരു ദിവസത്തിലൂടെ കടന്നു പോകുന്നില്ല എന്ന് നമ്മൾ പറയും. അപ്പോൾ ശരിക്കും ഈ ഒരു സബ്ജക്ട് എടുക്കുന്ന സമയത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. സംശയം പങ്കുവെക്കുന്ന വിഷയം ശരിക്കും എന്താ? അപ്പോൾ സിനിമയാണെന്നായിരിക്കും നല്ലത്. ശരിക്കും അധികം ഭയങ്കരമായിട്ടുള്ള കഥാപാത്രങ്ങളില്ല. ഞാൻ ആദ്യമായിട്ടാണ് തലശ്ശേരിയിൽ ഒരു സിനിമ ഷൂട്ടിങ്ങിന് പോകുന്നത്. അപ്പം എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ അധികം കഥാപാത്രങ്ങളില്ല. ഇതിൻ്റെ കഥ വളരെ സിമ്പിളാണ്. പക്ഷേ എന്താ പറയുക, അത് ഒരു മനുഷ്യനെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തിക്കാൻ പറ്റിയൊരു കാര്യം കൂടിയാണ്. അപ്പം അത് ഈ സംശയത്തിലുണ്ട്. പിന്നെ ലെജൻഡറി ആക്ടർ വിനയ് ഫോർട്ടുമായിട്ട് സ്ക്രീൻ എല്ലാം പറയട്ടെ. പക്ഷെ അതല്ല, ലെജൻഡറി ആക്ടർ എന്ന് പറഞ്ഞിട്ട് ആ വാക്ക് വരി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അത് പറയാൻ അനുവദിക്കണം. അല്ല, ഞാൻ പറഞ്ഞത് സംശയം എന്ന് പറയുന്നത് ഈ സിനിമയുടെ അകത്ത് എന്താ പറയാ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം. ഈ സിനിമയുടെ അകത്ത് ഉണ്ടാകുന്ന സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സാധാരണ ഉള്ള നമ്മള് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ പോസ്റ്റ് കണ്ടിട്ട് ഒരുപാട് പേര് സംശയിക്കുന്നുണ്ട്. ആ സംശയമല്ല. അല്ല, അതാണ്. അപ്പൊ ആ സംശയം അല്ല ശരിക്കും നമ്മള് ഉദ്ദേശിക്കുന്ന ഒരു സംശയമല്ലേ. അവർക്ക് അവന് സംശയം അല്ല ഈ സിനിമ. ശരിക്കും ഈ ചോദ്യം നേരെ എത്തുന്നത് ഇവിടെ. കാരണം ഓൾറെഡി പൊന്മാനിലൂടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള കുറെ സംഭവ വികാസങ്ങളോടൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും എത്തുകയാണ് ഒരു പോസ്റ്ററിലെ വിവാഹം കഴിഞ്ഞ് നിൽക്കുന്നു എന്നുള്ളത്. ശരിക്കും അല്ലേ, കല്യാണ സ്റ്റാറായി മാറുമോ? ഇത് അങ്ങനെയല്ല. ഇത് നമ്മള് കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ളതാ. ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇത് നമ്മള് അതെ, ഇതില് വേറെ പ്രശ്നം. ഇതിലങ്ങനെ നമ്മള് സിനിമയില് കല്യാണത്തോടു കൂടിയാണ് തുടക്കം. പക്ഷെ കല്യാണത്തിലാണ്. പക്ഷെ അത് കാണിക്കുന്നൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന ഒരു സംശയം. ഈ എവിടേക്കോ ജീവിതത്തിൽ നിന്ന് കുറച്ച് ഏടുകളൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു പോക്കായിരുന്നോ? കാര്യം ഇതിലൊരു എവിടെയോ നമ്മളിപ്പോ മിസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് സിനിമയാണത്. കാര്യം അതായത് ഭയങ്കര ഇപ്പൊ കുറച്ചധികം ഈ പറയുന്ന പോലെ തിയേറ്ററിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ഭയങ്കര തിയേറ്ററിക്കൽ സിനിമ ആയിരിക്കണം, നിറച്ച് കളർ വേണം, അല്ലെങ്കിൽ ഭയങ്കര സ്കോർ വേണം എന്ന് പറയുന്ന പോലത്തെ ഒരു, അല്ലെങ്കിൽ അത്തരം സിനിമകളാണ് ഇപ്പൊ തിയേറ്ററിൽ കൂടുതൽ അപ്പീലിംഗ് ആയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ജേണിയിൽ എവിടെയോ നമ്മളുടെ ഒരു സത്വം മിസ് ചെയ്യുന്നു പറയില്ലേ. പക്ഷെ ഈ സിനിമ നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ പല ആളുകളും ചോദിച്ചു ഒരുപാട് വലിയ സിനിമകളുടെ ഇടയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എന്തിനാണ് ഈ സിനിമയായിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ ആൻസർ എനിക്ക് ഫീൽ ചെയ്തത് ഇത് ഈ രണ്ട് കുഞ്ഞുങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള സിനിമ ആയതുകൊണ്ടിട്ട് ഒരു ഫാമിലിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇതൊരു ഫീൽ ഗുഡ് സിനിമയാണ്, ഒരു കോമഡി എന്റർടൈനർ ആണ്. അറ്റ് ദ സെയിം ടൈം ഇതിന് ഈ സിനിമ കഴിയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടേക്ക് അവേ ഉണ്ട്. സിനിമ കഴിഞ്ഞ് നിങ്ങൾ സിനിമ അവിടെ ഉപേക്ഷിച്ചിട്ട് പോവില്ല. നിങ്ങൾ വീട്ടിൽ പോകുമ്പോഴും നിങ്ങൾ ഹോണ്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രമേയം ഇതിലൂടെ വരുന്നുണ്ട്. എനിക്ക് സിനിമ ഇപ്പോഴും സംശയവും. എനിക്കിതിന്റെ ഞാൻ ചെയ്യുന്ന കഥാപാത്രവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥാപാത്രങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുള്ളൂ. ഈ സിനിമയുടെ ടോട്ടൽ പരിപാടി ഇപ്പോഴും എനിക്ക് ഡീറ്റെയിൽ അല്ല. ഇല്ല, പക്ഷേ അതിന്റെ പരിപാടി എന്താന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. ഞാൻ സത്യം പറയാൻ ഭയങ്കര ഹാപ്പിയാ ഈ വിഷു ആയിട്ടും കണക്ട് ചെയ്ത് ഇങ്ങനെ ഉള്ള കുറെ ഇച്ചിരി എന്താ പറയാ ഭയങ്കര ബെറ്റർ ആയിട്ട് നിൽക്കുന്ന, അല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന കുറെ ആളുകളുടെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന തന്നെ ഹാപ്പി വിഷു. കോസ്റ്റ്യൂമിലൊക്കെ വന്നിരുന്നു അല്ലേ? അതിലപ്പുറം ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കരമായിട്ട് ലെജൻഡറി ആക്ടർ എന്നുള്ള രീതിയിൽ ബിൽഡപ്പ്. വിഷയത്തിലേക്ക് വരും. അത് പോയി അല്ല, അതാണ് ഭയങ്കര
നല്ല സിനിമയായിരിക്കും. ആണ്. ഏതെങ്കിലും ഏത് പോയിന്റിലെങ്കിലും സംശയം സബ്ജക്റ്റ് വന്ന സമയത്ത് ഒരു സംശയം ഉണ്ടായിരുന്നോ? ഇത് വർക്ക് ആവോ, ഇത് എടുക്കണോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ആ സംശയം ഉണ്ടായിരുന്നു. ഇല്ല, ആ സംശയം മാത്രമാണ് ഇല്ലാത്ത സംശയത്തിൽ അല്ലേ? ബട്ട് ആക്ച്വലി എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ഈ പടം വന്നപ്പോൾ. കാരണം എനിക്ക് ഞാൻ എവിടെയോ ഭയങ്കര സ്റ്റീരിയോ ടൈപ്ഡ് ആയി പോകുന്നുണ്ടോ എന്ന് ഡൗട്ട് അടിച്ച് തുടങ്ങുമ്പോൾ വന്ന ക്യാരക്ടറായിരുന്നു ഈ പടത്തിൽ. അപ്പോൾ ആസ് എൻ ആക്ടർ നമുക്ക് എത്ര ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൂവീസ് ആൻഡ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും, അതൊരു എക്സൈറ്റിംഗ് ഫാക്ടർ ആണല്ലോ. എനിക്ക് എന്നെ കൊണ്ട് എന്ത് പറ്റും പറ്റില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ അപ്പോഴാണ് എനിക്ക് ഈ സംശയം എന്നൊരു പടം വന്നത്. സോ ആ സംശയം എനിക്ക് ഉണ്ടായിരുന്നില്ല. ബട്ട് എനിക്ക് ഭയങ്കര എനിക്ക് ഹാപ്പി ഒരു മൂവിയാണിത്. ആണ് എല്ലാ അർത്ഥത്തിലും. ശരിക്കും നേരത്തെ പറഞ്ഞു ഈ സിനിമകളോട് എപ്പോഴും ഒരേ സമയം ഒന്നിലധികം ചിത്രങ്ങൾ വരുന്ന സമയത്ത് പറയുകയാണ് ഈ വലിയ ചിത്രങ്ങളോട് കിടപിടിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം വരാറുണ്ട്. ഈ കൺഫ്യൂഷൻ ഇതേപോലെ തന്നെ പ്രേക്ഷകരിലും ഉണ്ടാവാറുണ്ട് സമകാലികമായിട്ടൊക്കെ. ശരിക്കും അപ്പോൾ വിഷു ചിത്രങ്ങൾ ഏതെങ്കിലും ഫെസ്റ്റിവൽ മൂവീസൊക്കെ വരുമ്പോഴാണ് അത് കൂടുതലായിട്ട് കാണാൻ പറ്റുക. സോ അത്തരത്തിലൊരു പ്രവണത ചിന്ത ശരിക്കും അത് ഗുണം ചെയ്യുമോ, അല്ലെങ്കിൽ ഇത്രയും വലുപ്പവും ചെറുപ്പവും ഒക്കെ ഈ താരതമ്യേന എങ്ങനെയാണ് കാണുന്നത്? വലുപ്പം ചെറുപ്പം അങ്ങനെയൊന്നുമില്ല. ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു കഥയ്ക്ക് ആവശ്യമില്ല. അതിപ്പോൾ സംശയത്തിന് വേണ്ടി 100 കോടി ചിലവാക്കൂല, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ഒരു ഇതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമയാണിത്. കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണ്. ഇപ്പം നമ്മളുടെ സിനിമയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈനേഴ്സ്. അതെ, വലിയ ക്യാൻവാസിലേക്ക് നല്ല ഫുൾ സൗണ്ട് ഉണ്ടാവണം, ആളുകളെ ഫുൾ ടൈം എൻഗേജ് ചെയ്യിക്കണം. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സംശയം എന്ന് പറയുന്ന ഈ സിനിമയുടെ ഒരു സ്റ്റാർ എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പരിപാടി എന്ന് പറഞ്ഞാൽ റൈറ്ററാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് സംശയം ഏറ്റവും എക്സൈറ്റ് ചെയ്ത ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റൈറ്റിംഗ് ആണ്, ഇതിന്റെ സ്ക്രീൻ പ്ലേ ആണ്. ഇങ്ങനത്തെ സ്ക്രീൻ പ്ലേസ് സംഭവിക്കുന്നത് ഭയങ്കര കുറവാണ്. ശരിക്കും റൈറ്റർ തന്നെ ഡയറക്ടറായിട്ട് വരുമ്പോൾ അതിന് കുറച്ചുകൂടി അല്ലേ ഗുണം ചെയ്യും. അതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് ഇത് സംശയം എന്ന് പറയുന്നത് ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടല്ലോ. ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ഏരിയയിൽ ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ്. ഇപ്പൊ ഇൻഡസ്ട്രിയിൽ ബാക്കി ടെക്നീഷ്യൻസും ആക്ടേഴ്സും ഒക്കെ നിൽക്കുമ്പോഴും എടുത്തു പറയാവുന്ന വളരെ കുറച്ച് റൈറ്റേഴ്സ് ഉള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണം. അപ്പൊ ആ ഒരു സോണില് ഇതിന്റെ ഒരു USP എന്ന് പറയുന്നത് ഗംഭീര റൈറ്റിംഗ് ആണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്നും നമ്മൾ ഓർത്തിരിക്കുന്ന മലയാള സിനിമകൾ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെപ്തുള്ള ഒരു റൈറ്റർ ഉണ്ടാവും. അപ്പൊ ആ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു സിനിമ. അല്ല, മലയാള സിനിമ ഇപ്പോഴും ശരിക്കും ഈ ചർച്ചാ വിഷയങ്ങളിലാവുന്നതിലും പ്രധാനം പറയുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. അതിന്റെ എഴുത്തിനെ കുറിച്ച് തന്നെയാണ് കൂടുതൽ പറയാറ്. ഇതിന്റെ ഡയറക്ടർ റൈറ്റർ രാജേഷ് രവി ആർക്കറിയാമിന്റെ കോ റൈറ്റർ ആയിരുന്നു. അങ്ങനെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ രാജേഷിനെ അറിയുന്നത്, പരിചയം. യെസ്. അപ്പൊ എന്തായാലും നമ്മൾ കൊച്ചിലെ തൊട്ടിട്ട് നമ്മളെപ്പോഴും പറയും ഏതൊരു കാലഘട്ടത്തിലും നമുക്ക് ഈ സംശയം ഉണ്ടായിട്ടുണ്ട് അല്ലേ. പക്ഷെ നമ്മൾക്ക് എനിക്ക് തോന്നുന്നു കൊച്ചിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംശയത്തോടെ ഇരുന്ന് കളിച്ചൊരു ഗെയിമുണ്ട്. ശരിക്കും ഈ സംശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അവിടെ തന്നെ ആലോചിച്ച് തുടങ്ങി. നമുക്ക് ചുമ്മാ ഒരു ഗെയിമിലോട്ട് പോയാലോ? റെഡി? ലിജോമോൾക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു കൊച്ചിലെ ഏറ്റവും കൂടുതൽ സംശയത്തോടെ നമ്മൾ കളിച്ച ഒറ്റ ഗെയിമേ ഉള്ളൂ അല്ലെ, അത് കള്ളൻ പോലീസാണ് അല്ലെ. അപ്പൊ കളിയുടെ റൂൾ അറിയാലോ, എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. സോ അല്ല, ഒന്ന് റൂൾ എക്സ്പ്ലെയിൻ ചെയ്യാം. നാട്ടിലുണ്ടായിരുന്നില്ലേ കൊച്ചി? ഉണ്ടായിരുന്നു, പക്ഷേ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതിലൊരു രാജാവുണ്ട്, മന്ത്രി, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതിൽ കിട്ടിയ പോലീസ് കിട്ടിയ ആള് ഇതിലൊരാള് പോലീസാണ്. പോലീസ് കിട്ടിയ ആള് കള്ളനെ കണ്ടുപിടിക്കണം. സോ ആ സംശയമൊക്കെ കൃത്യമായിട്ട് വരണം. ഞാനാണോ കള്ളൻ എന്നുള്ളത് തെറ്റിദ്ധരിപ്പിക്കാനുള്ള സംശയങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും മൗത്ത് വരണം. റെഡി? ഇനി ഞാനാവില്ലല്ലോ പോലീസ്. പോലീസ് പറയാം, കള്ളം പറയാതിരുന്നാ മതി. അല്ലല്ല, പോലീസ് മൗത്ത് നോക്കിയാ മതി, എക്സ്പ്രഷൻ എല്ലാരും പോയാ അല്ലാതെ ഉറപ്പൊക്കെ എടുത്തിരും. കള്ളൻ അല്ല അല്ല, പറഞ്ഞു വരുന്നുള്ളൂ. ആണ്.
പക്ഷെ അവിടെ തീർന്നു. Best എന്നൊക്കെ എഴുതി വെച്ചു. ഞാനത് കണ്ടു. നിങ്ങൾക്ക് കുഴപ്പമില്ല, കള്ളനെ കണ്ടുപിടിക്കാത്തതുകൊണ്ട് പോലീസ് ഇല്ല ഇവിടെ ഇവിടെ- ഇവിടെ ഇല്ല ഇപ്പൊ എല്ലാവർക്കും കളി മനസ്സിലായല്ലോ. മനസ്സിലായി. ഇനി രാജാവ് ഞാനായിരുന്നു, ഞാൻ പണിഷ്മെന്റ് പണിഷ്മെന്റ് രാജാവായിരുന്നു. ഞാനായിരുന്നു. കറക്റ്റ് ആണ്. ഞാൻ എന്ത് പണിഷ്മെന്റ് ഇല്ല ഇപ്പോഴാണ് കളി മനസ്സിലായത്. ഇല്ല ഇല്ല എല്ലാവർക്കും മനസ്സിലായി, ആർക്കും തന്നെ മനസ്സിലായി. ഇനി കൊടുക്കാം. നീ കുറച്ച് രാജാവിന് ഓഫാണ് വിളിക്കാം. വിളിച്ചിരുന്നത്. എന്തെങ്കിലും ഒരു പണി കൊടുക്കാൻ എങ്ങനെയാ? ആ പൂവിന്റെ സെറ്റ് എടുത്ത് ഒരു പഞ്ഞല്ല. ആ കഴുത്തെ കൂടെ ഇട്ടിട്ടിരുന്നു. നിസ്സാര പരിപാടിയാണ്. അങ്ങനെ മാലയാക്കണ്ട, വെറുതെ ഇങ്ങനെ മറ്റേ കുരുക്കിട്ടോണ്ട് ഇട്ടതായി. കൈയൂടെ ഇങ്ങനെ വെക്കണോ? തമിഴ് ചാനൽ ഇന്റർവ്യൂ. സോ തീർച്ചയായിട്ടും വിഷു എല്ലാവർക്കും നേരത്തെ പറഞ്ഞ പോലെ കണി എന്നുള്ളത് വിഷുവിന്റെ നല്ലൊരു ഓർമ്മയാണ്. അയച്ചോട്ടെ. ശരിക്കും അങ്ങനെ ഇങ്ങനെ ഇരിക്കരുത്. മതിയോ? രാജാവ് പറഞ്ഞു മതിയെന്ന്. അങ്ങനെ കണ്ട നമുക്ക് നല്ലൊരു കണി നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. എങ്ങനെ എത്ര റേറ്റിംഗ് കൊടുക്കാം കണിക്ക്? ഒറിജിനൽ ബാക്ക് ഒരാൾ ബാക്ക് ഇല്ല, ഒറിജിനൽ കണിക്കൊന്നും അല്ലാത്തത് കൊണ്ട്. പ്ലാസ്റ്റിക് അതെ, ശരിക്കും എന്തൊക്കെ ഉണ്ടാവും? ശരിക്കും കണിയിൽ എന്തൊക്കെ വെക്കും? അങ്ങനെയൊക്കെ ചോദിച്ചാലേ ഷാരോത്ത ചക്ക. ശാരദ മെയിനാണ്, അല്ലെങ്കിൽ പരിപാടി. ഓക്കെ പിന്നെ പൈസ ഉണ്ടാവും. ഗോൾഡ് കോയിൻസ്. ഇവിടെ വെച്ച് നോക്കണ്ട, വീട്ടിൽ വെക്കണ. ഇത് രാജാക്കന്മാരുടെ കാലത്തുള്ള അടുക്കളയിലുള്ള പരിപാടിയൊക്കെ ഉണ്ടാവും. റിച്ച് ആണ്. മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ, ആപ്പിൾ അല്ലെങ്കിൽ അടുക്കളയിലുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾ അല്ലാതെ വേറെ എന്താ മെയിൻ വെക്കും? ഒരു ഐറ്റം, പ്രധാന ഒരു ഐറ്റം കണി വെള്ളരി എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഉണ്ട്, അത് വെക്കും. പിന്നെ ഒരു ഐറ്റം വിട്ടുപോയി, അപ്പൊ പ്രധാന ഐറ്റം. അതില്ലാത്തതുകൊണ്ട് നിങ്ങൾ തണ്ണിമത്തന വെച്ചേക്കണം. കൃഷ്ണനെ ഇല്ല, വെള്ളരി ഉണ്ട്. കൃഷ്ണനെ ഒരു ഐറ്റം ഭയങ്കര മിസ്സിംഗ് ആ. പൈനാപ്പിളിന്റെ കണ്ണാടി ഇതിൽ വെച്ചിട്ടുണ്ടോ? ഇത് കണ്ണാടി ശരിയാ ശരി. കണ്ണാടി വാൽക്കണ്ണാടി. പാൽക്കണ്ണാടി വാലില്ലെങ്കിലും ചിലപ്പോൾ നമ്മൾ കണ്ണടയ്ക്കുന്നുണ്ട്. സോ അങ്ങനെ കണ്ട ഭയങ്കര ഓർത്തേക്കുന്ന ഒരു കണിയുണ്ട്. ശരിക്കും അങ്ങനെ കാണാറുണ്ടോ? ശരിക്കും കണി രാവിലെ എഴുന്നേറ്റ് പുലർച്ചെ എഴുന്നേറ്റ് അങ്ങനെ കാണുന്ന പരിപാടിയൊക്കെ ഉണ്ടോ? ഞാൻ കൊച്ചിയിലെ മറ്റേ ഇതിന് പോയിട്ടുണ്ട്. കണി വെക്കാൻ കണി കൊണ്ട് കാണിക്കാം, ഞാനും പോയിട്ടുണ്ട് ഉണ്ട്. വേഷം കെട്ടിയിട്ട്. കൃഷ്ണനായിരുന്നോ? നാട്ടിലെ സ്ഥിരം കൃഷ്ണനാണ്. റീസെന്റ് കഴിഞ്ഞ വർഷമൊക്കെ പോയിട്ടുണ്ട്. ആണ് അല്ലേ? വിശ്വതല് പറഞ്ഞ പോലെ നിനക്ക് കൃഷ്ണവേഷം പോലെ സ്ഥിരം ഉണ്ട്. താടി വെച്ച് വേഷം കെട്ടി. പക്ഷെ എനിക്കൊന്ന് ഇപ്പൊ അതൊക്കെ ഈ കണി വെക്കിലേക്ക് കൊണ്ടുപോലെ പരിപാടി ഒന്നും കുറഞ്ഞു അല്ലെ? ഇല്ല, ഭയങ്കര എഫേർട്ട് അല്ലോ. ഉറങ്ങാണ്ട് പോണ്ടേ. അതെ. ഈ ഞാൻ കണ്ട് ഡ്രമ്മറായിരുന്നു. മറ്റേ പ്ലേറ്റില് താളം തെറ്റിക്കുന്ന എന്റെ വീട്ടിൽ നിന്ന് പ്ലേറ്റും എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി പരിപാടിക്ക്. എന്നിട്ട് ഇത് കൊട്ടി പ്ലേറ്റ് ഒക്കെ പോയി. മൊത്തം നഷ്ടക്കച്ചവടമായിരുന്നു ഞാൻ പോയ കണി. കമ്പനിക്ക് അടിച്ചു. അവസാനം പൈസ ഷെയർ 15 രൂപ എന്തോ കിട്ടി. പക്ഷെ അതിഭീകര നഷ്ടം. ഡ്രമ്മ് പൊളിഞ്ഞ് അമ്മ മറ്റേ പ്ലേറ്റ് ഒക്കെ നോക്കിയിട്ട് എന്റെ മുഖത്തേക്ക് നോക്കി. ഈ കൈനീട്ടൊക്കെ തരുമായിരുന്നു അന്ന്? ശരിക്കും നമുക്ക് ഈ കാണുന്ന പോലെ പൈസ ആയിട്ട് തരുമായിരുന്നു? തരും. കൈനീട്ടം കിട്ടിയിട്ടുണ്ട്. പൈസ ആയിട്ട് സാധാരണ എത്ര പേര് കിട്ടിയാല് വലിയൊരു കൈനീട്ടം ഏതായിരുന്നു? പൈസ കൊണ്ട് തന്നെ വാല്യൂ അല്ല, ചിലപ്പോൾ ആ മൊമെന്റ് ആയിരിക്കാം, തന്ന ആളുടെ വലിപ്പം കൊണ്ടായിരിക്കാം അങ്ങനെ കിട്ടിയിട്ടുള്ള വലിയൊരു കൈനീട്ടം ഗ്രാൻഡ് ആരെങ്കിലൊക്കെ അങ്ങനെ അതൊക്കെ തന്നെ ഉള്ളു. ഉണ്ട്. അത്ര വലിയ ആള് തന്നിട്ടില്ല ഇതുവരെ. ഇല്ല. അച്ഛനും അമ്മയെ കുഴിച്ച് വേണമെങ്കിൽ ഇതൊരു അവസരമാണ്, ഒരു കൈനീട്ടം വേണം കൊടുക്കാം. അത്ര വലിയൊരാൾ തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. നിനക്കൊരു കൈനീട്ടം പറ്റുന്നുണ്ട്. വലിയ ആളുകളുടെ അതെ, എല്ലാവർക്കും ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വേണം തരാം. ഒരു അവസരം തന്നെയാണ്. അതെ, 4 പേർക്കും തരാം. നിങ്ങളെ കുറച്ച് കാലഘട്ടത്തിലേക്ക് ഞാൻ കൊണ്ടുപോവാണ്. എത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് കിട്ടുന്നത് ഓരോ കാലഘട്ടമായിരിക്കും. ആ കാലഘട്ടത്തിലെ സംശയം, ആ കാലഘട്ടത്തിലെ സംശയമാണ് വരണ്ടേ. അതിന്റെ കിട്ടുന്നില്ല. ഇല്ല, അപ്പൊ സംശയമില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ കുറെ സംസാരിച്ചോണ്ട് എനിക്കൊന്ന് പ്രിയമ്പതേ വിഷു ഓർമ്മകള് അല്ലെ ഭയങ്കരമായിട്ട് ഓർത്തെടുക്കാൻ, വിഷു കളികളൊക്കെ ഓർത്തെടുക്കാൻ എനിക്കൊന്ന് സംശയം ഇവിടുന്ന് പോകാൻ തോന്നുന്നു അല്ലെ? കിട്ടിയത് ഏതായിരുന്നു കാലഘട്ടം? കോളേജ് പോയിട്ടില്ലാതാണോ? അല്ല, പോയിട്ടുണ്ട്. ഡ്രോപ്പ് ഔട്ട് ആണ്. ഞാൻ പെട്ടെന്ന് ഡ്രാമ സ്കൂളിലായിരുന്നു. ആണ്. അവിടെ എനിക്ക് വലിയ മെമ്മറി, ഭയങ്കര മെമ്മറി പരിപാടികളൊന്നും ഇല്ല. ഇല്ല, എന്നാലും റാഗിങ് പരിപാടികളുണ്ടായിരുന്നു. പക്ഷെ എന്തായിരുന്നു കോളേജ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംശയമായിരുന്നു. ഞാൻ വീക്കെൻഡ് ആവാൻ പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം, അങ്ങനെ. അത് ആഗ്രഹമാണ്, സംശയമില്ലല്ലോ. അല്ല, വീട്ടിൽ അവിടെ പോവാൻ പറ്റുമോ എന്നുള്ള സംശയം. വീട്ടിൽ പോകാൻ പറ്റുമോ സംശയം. വേറെ എനിക്ക് ഇത് റോങ്ങാ, എനിക്കിത് കറക്റ്റ് അല്ല. ഞാൻ പോയി ബന്ധപ്പെട്ടതല്ല ഇത്. കോളേജ് പോയത്. യെസ്.
ലിജോണ്ട് എന്താ എനിക്ക് ഇൻ ലവ് അതാണ് കിട്ടിയത്. ഉണ്ട്. ഓ. Correct. ലവ് കറക്റ്റ് So, വന്നേ അത് എപ്പോഴും ആയിരിക്കാം, ഏത് കാലഘട്ടത്തിലെ ഇൻ ലവ് അല്ലേ? അല്ലേ? അല്ല ഇപ്പൊ നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോ അത് അതിന്റെ ഫ്യൂച്ചർ എന്താവും എങ്ങനെയായിരിക്കും സംശയമാണോ അത് ഒപ്പോൾ ആൾ തേച്ചിട്ട് പോകുന്നുള്ള സംശയമാണ്. എന്താ ശരിക്കും സംശയം ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ ഉണ്ടാവാലോ. അതായത് നമ്മള് തുടക്കം പോലെ ആവില്ലല്ലോ കുറച്ചങ്ങ് കഴിയുമ്പോ. അപ്പൊ അതിന്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ള സംശയം ഉണ്ടായിട്ടില്ല. ഉണ്ട്. സംശയരോഗിയായിരുന്നു റിലേഷൻഷിപ്പില്? അല്ല 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 അല്ല. ആ സംശയം അല്ല, ഓക്കെ, റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിന്റെ കാര്യം ഉണ്ടായിരുന്നു. ഓക്കെ, എന്താ ഇൻ സിനിമയാണ്. സിനിമയാണ്. സിനിമയിൽ വന്നിട്ട് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു സംശയം എന്തായിരുന്നു? എന്താ ശരിക്കും സിനിമയിൽ സംബന്ധമായി ബന്ധപ്പെട്ടുണ്ടായ ഇപ്പോൾ ഉള്ളൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല, ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങൾ ബ്രേക്ക് ചെയ്തിട്ട് വേറൊരു ജോണിലൊക്കെ ഒരു എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ നടക്കൂല എന്ന് കുറെ നാളെ സംശയം തുടങ്ങിയിട്ട്. അങ്ങനെ ഒന്നാണോ സംശയത്തിലെ ക്യാരക്ടർ? അല്ല അല്ല, സംശയത്തിലെ ക്യാരക്ടർ ഇപ്പൊ ഞാൻ സിനിമയെ കുറിച്ച് പറയുന്നില്ല, പക്ഷെ ആസ് എ ക്യാരക്ടർ എനിക്ക് നല്ല ചലഞ്ചിങ് തന്നെയായിരുന്നു. ചലഞ്ചിങ് ആയിരുന്നു. പക്ഷെ ഞാൻ ചെയ്ത ആ ജോണ്ടർ ഇപ്പൊ കമ്പാരിറ്റീവ്ലി ഞാൻ ചെയ്യുന്ന പോലത്തെ പരിപാടികളൊക്കെയാണ്. പക്ഷെ അതിൽ നിന്നുകൊണ്ടും ഈ കഥാപാത്രം ഭയങ്കര പെക്യൂലിയർ ആണ്. ഇയാളുടെ രൂപവും പെക്യൂലിയർ ആണ്. പിന്നെ ഞാൻ ഇതുവരെ അറ്റംപ്റ്റ് ചെയ്യാത്ത ആക്സെന്റിലാണ് സംസാരിച്ചേക്കണം. അങ്ങനെ കുറെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഈ നമ്മുടെ എഴുത്തിന്റെ ഗുണം എന്ന് പറയില്ല, അത് സ്ക്രീൻ പ്ലേയിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഭയങ്കര വെൽ റിട്ടൺ ആണ്. ഞാൻ പറഞ്ഞു പെറ്റ് ഡിറ്റക്റ്റീവിലെ കഥാപാത്രം പറഞ്ഞ ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത പടം അല്ലല്ല, അത്രയും പോരുത്. അതിന്റെ ഒരു കാര്യം തനിക്കിട്ടാണ് വരുന്ന പണി. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ആ കഥാപാത്രം നിങ്ങൾ ഉദ്ദേശിച്ച് ഞാൻ വളരെ സീരിയസ് ആയിട്ട് വെച്ചു. അതിൽ നിങ്ങൾക്കൊരു മാറ്റം, നിങ്ങൾ അതുപോലത്തെ കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പുതിയ ലിസ്റ്റിലുണ്ടോന്ന് ചോദിച്ചത്. അല്ല, പെറ്റ് ഡിറ്റക്റ്റീവിലെ കഥാപാത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ലീഡ് റോളിലാണ്. ഇദ്ദേഹം ലീഡ് റോൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ എന്നെ വിളിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞു ആ കാര്യം പറയണ്ടേ. അതല്ല, ഞാൻ കാര്യമായിട്ടാണ് ചോദിച്ചത്. ഡിറ്റക്റ്റീവിലെ അങ്ങനെ അത്ര പരിചയമുള്ള അല്ല. എനിക്ക് ആഗ്രഹം മാർക്ക് പോലത്തെ ഒരു പടം ചെയ്യാനാണ്. ഞാൻ അതിനെ കുറിച്ചാണ് പറയുന്നത്. അല്ല, ശരിക്കും എന്താ ശരിക്കും ഈ ലിസ്റ്റ്, പുതിയ ലിസ്റ്റ് എഴുതിയിട്ടില്ല. ഞാൻ ഈ ഫിലിം സ്കൂള് കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോ എനിക്കൊരു ബ്രേക്ക് കിട്ടിയ സിനിമ അപൂർവം. അപ്പൊ അതില് ഞാൻ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഫൈറ്റ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടർ ഒക്കെ ആയിരുന്നു. അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചു മച്ചാൻ ഞാൻ ഇതേപോലത്തെ ക്യാരക്ടേഴ്സ് ആയിരിക്കും ഞാൻ കൂടുതൽ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പൊ അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല വേറെ എല്ലാം ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരിക്കലും ഞാൻ കോമഡി ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടില്ല. വിമൽ സാറിന് ശേഷം കൂടുതലും ഈ മറ്റേ കോമൺ മാനെ റെപ്രസെന്റ് ചെയ്യുന്ന പോലത്തെ കഥാപാത്രങ്ങളാണ് കൂടുതലും ചെയ്തേക്കുന്നത്. പിന്നെ എനിക്കൊരു അപൂർവം പോലത്തെ ഒരു ക്യാരക്ടർ കൂടി എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി എന്റെ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 3-4 പേരൊക്കെ. പക്ഷെ അത് ഗുണമല്ലേ ചെയ്തിട്ടില്ല, കിട്ടുന്ന വലിയ സ്വീകാര്യതയായിരുന്നില്ല ശരിക്കും പ്രേമത്തിന് ശേഷം. അതുകൊണ്ടാണ് അരി വാങ്ങുന്നത്. ഞാൻ അതല്ല പറയുന്നത്. പക്ഷെ ഒരു ആക്ടറിനെ സംബന്ധിച്ച് നമുക്ക് ഇപ്പൊ ഇന്ന് വരെ ഞാൻ എന്തെങ്കിലും നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ലഭിച്ച നല്ല തിരക്കഥകളും നല്ല സംവിധായകരും ഒക്കെ കാരണമാണ്. അപ്പൊ ഞാൻ ഇതുവരെ അറ്റംപ്റ്റ് ചെയ്യാത്ത തരത്തിലൊരു കഥാപാത്രവും സ്ക്രീൻ പ്ലേയും ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മളല്ലാത്ത എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ചെറിയൊരു ഇപ്പൊ മാലിക് പോലത്തെ ഒരു സിനിമ, അപ്പൊ ഞാൻ കുറെ കോമഡി ചെയ്യുമ്പോഴായിരുന്നു മാലിക് പോലത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയത്. അപ്പൊ എന്റെ ആഗ്രഹം ഇനി ലൈക്ക് അതിനെ ബ്രേക്ക് പ്രതീക്ഷകൾ എന്താ ശരിക്കും? കുറച്ചധികം ഡാർക്കർ ആയിട്ടുള്ള, ഞാൻ മാർക്കോ തമാശക്ക് പറഞ്ഞല്ല, ഞാൻ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ പറയട്ടെ. നമ്മുടെ മാർക്ക് ആന്റണി സിനിമയില്ലേ ഈ ടൈം ലൂപ്പ്, അതില് SJ സൂര്യ കഥാപാത്രം, അതുപോലെയൊക്കെ വിനയിനെ കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അല്ല, തമാശയായിട്ട് പറഞ്ഞല്ല, കാര്യമായിട്ട്. എന്ന് വെച്ചാൽ വിനയ് അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് പ്രതീക്ഷയുണ്ട്. കാര്യം ഡിറ്റക്റ്റീവ് പ്രൊഡ്യൂസ് ചെയ്ത ഇദ്ദേഹമാണ്. ഞാൻ കളിയാക്കുമ്പോഴും എനിക്ക് പറയാനുള്ള എപ്പോഴും ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്. നമ്മളെ ഒരു സിനിമയിലേക്ക് വിളിക്കുന്ന ഒരു പ്രൊഡ്യൂസർ, ഫിലിം മറ്റേ ഡയറക്ടർ, റൈറ്റേഴ്സിനോടൊക്കെ ഞാൻ ഇന്ന് 10-20 സിനിമ ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും താങ്ക്ഫുൾ ആണ്. കയ്യിലുള്ളത് ഇപ്പോഴും പറഞ്ഞില്ല. മൂവി റിലീസ് ടൈം സിമ്പിൾ സംശയമുള്ളൂ, എന്താണ് ഇത് വർക്ക് ആവൂല. ശരിക്കും റിലീസ് ടൈമിലാണോ വർക്ക് ആവും? ശരിക്കും സിനിമ കമ്മിറ്റ് ചെയ്ത് ഷൂട്ട് പ്രോസസിംഗ് സമയത്താണെങ്കിലും ഇല്ല. ചിലപ്പോ പ്രോസസിംഗ് സമയത്തൊക്കെ നമുക്കൊരു ധാരണകൾ പോകും. നമുക്ക് പല നമ്മൾ ഓരോ വ്യക്തികളല്ല. അപ്പൊ നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നമ്മുടെ ആങ്സൈറ്റി ഉണ്ടാവും, നമ്മുടെ ടെൻഷൻ ഉണ്ടാവും. സിനിമ ഇറങ്ങാറാവുമ്പോഴും അതിന്റെ സമയത്തൊക്കെ നമുക്ക് ഓരോ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. സ്കൂൾ ടൈമില് മൊത്തം
സംശയം തന്നെയായിരുന്നു. ആ. പക്ഷെ എല്ലാം ഭയങ്കര നിഷ്കളങ്കമായ സംശയങ്ങളായിരുന്നു. എന്തായിരുന്നു പണ്ട് നമ്മൾ ചെയ്ത ആലോചിച്ച കാര്യങ്ങൾ പിന്നീട് അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ കൊണ്ട് അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു? മാർക്കാണ് എല്ലാം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? പഠിപ്പായിരുന്നു പത്താം അല്ലേ? ക്ലാസ്സില് മറ്റേ അല്ലല്ലോ കൊട്ടാരത്തിൽ ഒറ്റക്കുള്ള രാജകുമാരിയാണോ? അല്ല, പക്ഷെ അങ്ങനെയാണല്ലോ നമ്മള് വിചാരിക്കുന്നത്. ഇത് എന്തോ മാർക്കായിരുന്നു എല്ലാം എന്ന് വിചാരിച്ചിരിക്കും. എന്നിട്ട് ഇപ്പൊ mark തോന്നുന്നു focus ചെയ്തു. അത്രയും എന്നിട്ട് മാർക്ക് എന്നിട്ട് മാർക്ക് എത്ര ഉണ്ടായിരുന്നു? ഓർമ്മയില്ല. മാർക്കിന്റെ അല്ല, ഇപ്പോഴും എന്താ ഇപ്പോഴും നമ്മൾ മാറിയെന്ന് ആലോചിക്കുമ്പോഴും മാർക്ക് ആയിരുന്നില്ല എന്ന് മനസ്സിലാകുന്നത്. അതെ, എല്ലാവരും അതെ. വിചാരിക്കുന്നത് എന്താ? അതായത് ബേസിക് എല്ലാരും വിചാരിക്കുന്നത് എന്നിട്ട് മക്കളോട് ഇപ്പൊ ഒരു അച്ഛൻ നിലയിൽ എന്താ ഉപദേശിക്കുന്നുണ്ട്? ഞാൻ പറയൊന്നും മറ്റേ മാർക്ക് അല്ല മോനെ കാര്യമൊന്നും ഞാൻ പറയും. പഠിക്കുന്നതിനോട് വലിയ ഒരു പരിപാടി അങ്ങനെ വട്ടോയിപ്പ് ഓർണം, വെറുതെ അവിടെ വീണ്ടും കിടന്നിട്ട് കാര്യമില്ലല്ലോ. അതാണ് അതിന് മാർക്ക് വേണം. അതിന് പ്രഷർ കൊടുക്കണ്ട കുട്ടികൾക്ക്. ഓക്കെ. ആ, സോ അപ്പൊ എന്തായാലും വിഷു നമ്മൾ കണീനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ വിഷു ഇതില്ലാതെ സിനിമയെ കുറിച്ച് സംസാരിച്ചു, സംശയത്തെ കുറിച്ച് സംസാരിച്ചു. പക്ഷെ വിഷു പൂർണ്ണമാണെങ്കിൽ എന്ത് വേണം? സദ്യ വേണം. വിഷു കുറച്ചൊരു സദ്യയും കൂടി ആയാലുമാണ് അല്ലേ അതിൻ്റെ ഒരു പൂർണ്ണ മൂഡ് കിട്ടുള്ളൂ. പക്ഷേ നമുക്ക് അത്രയും കിട്ടലും കുറേ സിംഗേഴ്സുകളുണ്ട്. ശരിക്കും നമ്മൾ എന്ത് പരിപാടി വരുമ്പോഴും പാടുക എന്നുള്ളത് അല്ലേ കുറച്ചൊരു ക്ലിഷേ പരിപാടിയാണെങ്കിലും ഇവിടെ വേറെ 2 കിടലും പെർഫോമൻസ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തൊരു സാധനം കൊടുത്താലോ? ചേട്ടൻ അശ്വിൻ റെഡി? അങ്ങനത്തെ പാറ്റയെ അപ്പന്റെ കേക്കേണ്ടോ അപ്പാത്തിയ അപ്പാത്തി കേക്കേണ്ടോ അപ്പാത്തിനോ എടാ താൻ അടിച്ചിട്ടാണോ വന്നേ? പക്ഷെ ഒരു 30 തരം കറികളുണ്ട് ഹോളിഡേ സദ്യ തരുന്നത്. 30 തരം ഇതുണ്ട്. പായസം തന്നെ 4 ഉണ്ട്. പായസം തന്നെ 4 തരം ഉണ്ട്. ഹോളിഡേന്റെ സ്പെഷ്യൽ ഐറ്റം ആണ് 4 തരം പായസം സദ്യക്കൊപ്പം വിളമ്പാന്നുള്ളത്. സോ നമ്മ ഇത്രേ ഉള്ളൂ. ഈ ഐറ്റം നമ്മൾ സദ്യക്ക് മുമ്പ് ഈ മുളകും മധുരം വരും, അതായത് എരിവും മധുരം നിങ്ങൾക്ക് വരും. അപ്പൊ എന്തായാലും വിഷു ആണ്. ഇപ്പൊ വിഷുവായിട്ടായിട്ട് നമ്മൾ സദ്യ കഴിച്ചു തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ചെറിയൊരു പരിപാടിയേ ഉള്ളൂ. വിഷു മലയാളം കേരളം ബന്ധപ്പെട്ട് ഒരു കുറച്ച് ചോദ്യങ്ങൾ വരും. വളരെ സിമ്പിൾ ചോദ്യമാണ്. അപ്പൊ ഞാൻ കഥാപ്രസംഗം ചോറിടോ? കഴിക്കട്ടെ. ആ ഉത്തരം പറഞ്ഞ ആൾക്ക് മധുരം കിട്ടി സദ്യ തുടങ്ങാം, അല്ലാത്ത ഒരാള് മിളക് കഴിക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ചോദിക്കാം. വളരെ സിമ്പിൾ. ഓക്കെ, കപ്പിൾസ് റെഡി? സോ കപ്പിൾസ് അതെ മോഡറേറ്റർ ആയിട്ട് ഞങ്ങൾ ഒപ്പം കൂടിയിട്ടുണ്ട്. സോ വിഷു ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിഷു ഏത് മലയാള മാസം 1-ാം തീയതിയാണ്? സിമ്പിൾ. പെട്ടെന്ന് തുടങ്ങാം. വിഷു ഏത് മലയാള മാസം 1-ാം തീയതിയാണ്? യെസ്. സോ ഏത് വേണം? ശർക്കര കഴിക്കാം. ഓക്കെ. ആ ബാക്കി 3 പേർക്ക് മേഡമായിരുന്നു ഞാൻ ചിങ്ങം പറയുന്നത്. നീ ക്രിസ്മസ് ഓരോ മുളക് എടുത്തോളൂ. അവിടെ വരണം. അല്ല കഴിക്കണം. കഴിക്കണം. ഓക്കെ റെഡി? പണിഷ്മെന്റാ. യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്തായാലും മൂവി പ്രൊമോഷൻ കൂടി അല്ലെ, മൂവി ആയിട്ടിരുന്നോട്ടെ. സോ മാധവൻ കാണിച്ച പിള്ളേച്ചനെ കാണിച്ച കണിയിലെ 5 എണ്ണത്തിൽ 1 ഡാഷ് കളറായിരുന്നു. ഷുവർ. അപ്പൊ ആദ്യം പോയി. ഇതവിടെ കൊടുത്തേ. ഞാൻ വിചാരിച്ചു ആ കളി കാണിക്കണോന്ന് കാര്യം പറയാണെങ്കിൽ നീ ചിരിക്കണ്ട, നീ വിട്ടുപോകും. ചോറാണോ തിന്നണോ മുളക്? ചേട്ടാ ചോർന്ന് തന്നെയല്ലേ ചോദിച്ചത്. സോ ജീക്ക് മൂഡ് ആയതുകൊണ്ട് തന്നെ ഒരു ചോദ്യം കൂടി. എന്തായാലും നമ്മള് കേരളത്തിന്റെ മൂടോ അല്ലെ തേങ്ങയുടെ മൂട്. മൂട്. സോ വിഷു ശരിക്കും നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. വിഷു കേരളത്തിന്റെ മറ്റൊരു ഉത്സവം കൂടിയാണ്. അതെന്താ? ഓണം. വിഷു മറ്റേ കാർഷികോത്സവം. കറക്റ്റ്. അതാണ് വിളവെടുപ്പ്. ചെറിയ ഇതാണ് ഓണോ. വിഷു കേരളത്തിന്റെ വേറൊരു ഉത്സവം കൂടിയാണെന്നാണ് പിള്ളേരെ ഓണം. ഞാൻ മത്സരത്തില്ല, ഞാൻ മുളക് ചത്തേനെ. എടുത്തു. ആൻഡ് നമ്മൾ നേരെ സദ്യയിലേക്ക് പോവാണ്. ആ സദ്യയിൽ നമ്മൾ ചോറ് ഇവിടെ റെഡിയാണ്. ആ ചോറ് വിളമ്പണമെങ്കിൽ ഒറ്റ കണ്ടീഷൻ ഉള്ളൂ, മലയാളം മാസം കറക്റ്റ് ഓർഡറിൽ ഒന്ന് പറയാം. ഒറ്റ സെക്കൻഡ്. റെഡിയാണ്.
പറയുന്നവർക്ക് വിളമ്പുള്ളൂ. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. ഫാമിലി ഒക്കെ അല്ല ഒരു മിനിറ്റ് ലിജോ നിങ്ങൾ കഴിച്ചോ ഞാൻ ബിരിയാണി. അതെ അതെ നമുക്ക് പുറത്ത് ബിരിയാണി നമ്മള് ഫാമിലി പറഞ്ഞു. സോ ലിജോമോൾക്കൊപ്പം ലിജോമോളുടെ പെർമിഷനോട് കൂടിയിട്ട് തന്നെ എല്ലാവർക്കും കൊടുമല്ല അല്ലേ ആ, ഹോളിഡേ തീർച്ചയായിട്ടും. സ്പെഷ്യൽ എല്ലാവർക്കും വിശപ്പാണ്. 9 വിഭവങ്ങളോട് എല്ലാം കൂടിയിട്ടുള്ള ലിജോമോളുടെ അനുഗ്രഹം പുള്ളി ഉത്തരം പറഞ്ഞില്ല. ഹലോ അങ്ങോട്ടേക്ക് ശർക്കര വരട്ടി കിട്ടിയോ? ഇല്ലല്ലോ. ഇല്ലില്ല, ഇവിടെ മുളക് മാത്രമേ ഉള്ളൂ. ഇല്ല. കൊടുത്തോളൂ. ചിപ്സും. ആ മതി ക്യാമറമാനൊക്കെ വെറുതെ സാമ്പാർ വിളമ്പളിയാ വിശന്നിരിക്കുവാണെങ്കിലേ